നമ്മള് നാട്ടിലേക്ക് പോവാണ്, ഇടുക്കിയിലേക്ക് പോവാണ്. ഇടുക്കിയില് ഭയങ്കര മഞ്ഞും മഴയും കേട്ടത്. ജൂൺ ആയില്ലേ, ജൂൺ ജൂലൈ ആയില്ലേ. എന്റെ മോനെ ഇപ്പൊ തീർന്നേനെ ലോറി ഇറക്കത്തിന് എങ്ങനെയാ നമ്മളിപ്പൊ തീർന്നേനെ. കാണുന്നുണ്ട് വെള്ളം കാണുന്നില്ല. വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ആതിര കൃഷ്ണൻ ബാലകൃഷ്ണൻ. ഇതാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, പോർത്തുണ്ട്, സ്പ്രേ ആണ് ഗൈസ്. വിടുന്നുണ്ട്. ഞാൻ ഓർത്ത് മഴ പെയ്യുവാണ്, നല്ല അടിച്ചു വിടുന്നുണ്ട്. പക്ഷെ നമ്മളെ പ്രേതങ്ങളെ പോലെ തോന്നുന്നു. ബാക്കിലൊരു വെള്ള സാധനം ഇങ്ങനെ നമ്മള് ലൈറ്റില് തണുക്കുന്നുണ്ട്. തണുക്കുന്നുണ്ട്. എനിക്കൊരു തണുപ്പാണോ? ദേ ഫുള്ള് മഴ പെയ്യുന്ന പോലെ സ്പ്രേ ചെയ്യുന്നുണ്ട്. നനഞ്ഞ എന്റെ തല ഞാൻ കേറുവാ. എന്താ നീ ഇത് ഫീൽ ചെയ്യണ്ടേ നിനക്ക്? ഫീൽ ചെയ്യാനല്ലേ ഇങ്ങോട്ട് വന്നത്. കിട്ടി എന്റെ മോളെ നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഇന്ന് ഞാൻ ഇത്ര പവർ ആയിട്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മള് നാട്ടിലേക്ക് പോവാണ്, ഇടുക്കിയിലേക്ക് പോവാണ്. ഇടുക്കിയില് ഭയങ്കര മഞ്ഞും മഴയും കേട്ടത്. ജൂൺ ആയില്ലേ, ജൂൺ ജൂലൈ ആയില്ലേ. ജൂലൈ ഫസ്റ്റ് ആണ്. അപ്പൊ നല്ല ക്ലൈമറ്റ് ആണെന്ന് കേട്ടത്. അപ്പൊ നമുക്ക് കുറച്ച് ദിവസം അവിടെ പോയി നിക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് ഇവിടുന്ന് കൊച്ചി വിടുവാണ്. നമ്മള് പതിയെ അങ്ങോട്ടേക്ക് ഇടുക്കിയിലേക്ക് വിടാം. എന്നിട്ട് ഇടുക്കിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ. എങ്ങനെയുണ്ട് ക്ലൈമറ്റ് നമുക്ക് നോക്കാം. 2-3 സ്വെറ്ററും ഹൂഡിയൊക്കെ എടുത്തിട്ടാണ് ഇവള് വരുന്നത്. എന്തിനാവോ എനിക്കറിയില്ല. മമ്മീനോട് എടുക്കാൻ പറഞ്ഞായിരുന്നു. ആണോ? അതൊക്കെ പറയും. എന്താ അവിടെ കഴിഞ്ഞ തവണയല്ല 2 മാസം മുമ്പ് ഇവിടെ ചൂടുള്ള സമയത്ത് ഇടുക്കി പോയപ്പോഴും അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. വീടിന്റെ അകത്ത് ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാ ഈ അപ്പച്ചൻ എന്താ ചെയ്യുന്നത്, എന്താന്ന് വെച്ചാ നല്ല തണുത്ത് വരയ്ക്കും കാല്. അതുകൊണ്ട് ഇപ്പൊ പിന്നെ മഴയായതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനെ വിശ്വസിച്ച് ഞാൻ പോയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ പറയും വലിയ തണുപ്പൊന്നുമില്ല, അത്രക്കൊന്നുമില്ല, നോർമലാന്ന് പറയും. ഇങ്ങനെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ ഇവൻ നോർമലാന്ന് പറഞ്ഞു ഞാൻ പോയപ്പോ എനിക്ക് കാല് നിലത്ത് വെക്കാൻ പറ്റില്ല തണുത്തിട്ട്. അതെ, അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ മഴ സമയത്താണ് നമ്മൾ പോകുന്നത്. ഇപ്രാവശ്യം പോയിട്ട് ഇവള് എങ്ങനെ അത് എന്താ സർവൈവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവള് ഇടുക്കിയില് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇവൾക്ക് കോഴിക്കോട് AC ഒന്നും ഇല്ലാത്ത നാട് അതാണ് ഇടുക്കി. അവിടെ ACന്റെ ഒരാവശ്യമില്ല. 2 ബ്ലാങ്കറ്റ് വെച്ചാണ് ഞങ്ങൾ കിടന്നത്. ഇത്തവണ എത്രണ്ണം വേണ്ടി വരുമോ എന്തോ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ എനിക്കൊന്നും ഇല്ല. എനിക്ക് സ്വെറ്റർ കോട്ട് ഒന്നും വേണം. എനിക്ക് ടീഷർട്ട് ഇല്ലാണ്ട് നടക്കണം. നമുക്ക് പോകുന്ന വഴിക്ക് എങ്ങനെയുണ്ട് നോക്കാം. കഴിഞ്ഞ തവണ നമുക്ക് നല്ല ഫോഗൊക്കെ കിട്ടിയായിരുന്നു. കുറച്ച് ലേറ്റ് ആയി. കഴിഞ്ഞ തവണ നമ്മൾ 7 മണിക്ക് എന്തോ ആണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇന്ന് നമ്മൾ അത്ര ലേറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ എപ്പോ ഫോഗ് ഇറങ്ങി മഞ്ഞിന്റെ സ്ഥലമായ കുട്ടിക്കാനം എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ വൈബ് എന്താണ് ഈവനിങ്. മേ ബി നമ്മൾ രാത്രിയാവും എത്താൻ. അതിനു മുമ്പ് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കുട്ടിക്കാനത്തെ വൈബ് എന്താണ്. നമുക്ക് പോകുന്ന വഴി കണ്ടിട്ട് പോവാം. അങ്ങനെ എങ്ങനെയുണ്ട് ഓരോ സ്ഥലത്ത് വൈബ് എങ്ങനെയുണ്ട്. കുറച്ച് റംബൂട്ടാൻ അതിന്റെ ഇടയ്ക്ക് ഒപ്പിക്കണമെന്നുണ്ട്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് 2 ചേട്ടന്മാർ റംബൂട്ടാൻ വെച്ച് നിൽക്കുന്നു. എന്താ പരിപാടി? എനിക്ക് പൊടിച്ചായ മതി. പൊടിച്ചായ ഗൈസ്, നമ്മൾ കുറെ നേരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് നല്ല ചൂട് കടിയാക്കുന്ന ഒരു സ്പോട്ട്. ഞാൻ നാട്ടിൽ പോകുമ്പോ മറ്റേ ഇതില്ലേ കൊട്ടയിലിട്ട് വെച്ചേക്കുക, അതിന്റെ മറ്റേ എണ്ണ താഴേക്ക് പോകാൻ വേണ്ടിട്ട് ഓരോ കടി വെച്ചിട്ടുണ്ട്. നോർമലി ഞാൻ പോകുമ്പോ ഇവിടുന്നാണ് ഞാൻ ചായ കുടിച്ചിട്ട് പോകുന്നത്. ഇങ്ങനെ ഇവര് ഫ്രഷ് ആയിട്ട് ആക്കി തരും. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പോയി കഴിക്കാല്ലേ? ഓക്കെ. നല്ല ചൂട് കടികൾ എല്ലാം ഉണ്ട്. എന്താ കണ്ടത്? കൺഫ്യൂസ് ആണ്. ഈ പഴംപൊരിയൊക്കെ ചൂട് പഴംപൊരി കേട്ടോ. പഴംപൊരി അത് കഴിഞ്ഞിട്ട് ഉള്ളിയോടെ വേണ്ട. നമ്മൾ ഉള്ളിയോടെയും നല്ല ചൂട് പഴംപൊരിയും വാങ്ങിയിട്ടുണ്ട്. നല്ല ചൂട് കേട്ടോ. ടിഷ്യൂ ഉണ്ടോ?
ടിഷ്യൂ എടുത്ത് നമ്മൾ 2 പൊടിച്ചായും പറഞ്ഞിട്ടുണ്ട്. ചായ കിട്ടിയിട്ട് നമുക്ക് നല്ല ഡയറ്റിലായതുകൊണ്ട് അതെ ഇനി കുറച്ച് ദിവസം ആൾക്കാർ ഇതുപോലത്തെ സാധനം കണ്ടാൽ ഭയങ്കര സീനാട്ടോ. എനിക്കൊക്കെ നിർത്താൻ പറ്റൂല കഴിച്ചു ഇനി കുറച്ച് ദിവസത്തേക്ക് ഡയറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ വരുന്നവരെ ഡയറ്റ് ഇല്ല അല്ലേ? അതെ ഇനി വരുന്നവരെ ഡയറ്റ് ഇല്ല. സെറ്റ് പൊടിച്ചായ വന്നു. എന്താ കഴിക്കുന്ന അത് ഡയറ്റാന്ന് പറഞ്ഞ എന്തൊക്കെയാ കഴിച്ചു കൂട്ടുന്നത്? ഡയറ്റ് ആയതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞോടെ. ഇവിടെ നോർമലി എല്ലാം ഫ്രഷ് ആയിട്ടാ. ഞാൻ പോകുന്ന വഴിക്ക് പണ്ടൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. ഇതാ ഞാൻ കണ്ടുപിടിച്ച സ്പോട്ട്. വേറെ ഉണ്ടാവും, പക്ഷെ റോഡ് സൈഡിൽ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. നല്ല മുരിഞ്ഞ എണ്ണയെന്ന് ഫ്രഷ് പഴംപൊരി ചേട്ടൻ വാരി എടുക്കുന്നുണ്ട്. ഇങ്ങനെയാ പഴംപൊരിയുടെ ശീലമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ കോവിഡിന്റെ സമയത്ത് 2-3 എണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. 3-4 പേരല്ലേ ഉള്ളൂ, അത്ര എണ്ണൊക്കെ. ഇത് വലിയ ചട്ടിയിലൊന്നും ഇട്ടിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് പഴംപൊരി ആക്കുക അല്ലേ? അത് ഇപ്പൊ എടുത്ത് കോരിയിട്ട് ഒരു പഴംപൊരി കിട്ടിയത് അത് കഴിച്ച് ചൂട് പോയില്ല. അല്ല ഇതെല്ലാം ഫ്രഷാ ഇപ്പൊ ആക്കിയതല്ലേ. നമ്മൾ ചായ കൂടി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അത് വെള്ളം വേണേ? വെള്ളം വേണം പോവല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. നമ്മളിപ്പോ പാല റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാല ആരുടെ സ്ഥലം അറിയോ? പാല മറ്റേ KM മാണി. പക്ഷെ എനിക്ക് പേര് ഓർമ്മയില്ല. കാരണം നമ്മള് അങ്ങ് മറ്റേ ഇവിടെ കോഴിക്കോട് ഇരിക്കുന്ന നമ്മളിടയ്ക്ക് ഇവിടെയുള്ള ആൾക്കാര് ചിലപ്പോ ഉറക്കത്ത് വെച്ചാലും എന്താണ് പാലയിലെ മെയിൻ ആളാരാന്ന് ഉറക്കത്ത് വിളിച്ചു വെച്ചാൽ അവര് പറയായിരിക്കും. സോ ഇതാണ് പാല റോഡ്. ഇത് കടുത്തുരുത്തി റോഡാണ് ഇത്. ഗോ സ്ലോ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഗോ സ്ലോ ഒന്നാലേ സ്പീഡിൽ പോവാൻ പറ്റുള്ളൂ. എന്താ ഗോ സ്ലോയാ? ഗോ സ്ലോ എന്ന് പറഞ്ഞാൽ സ്ലോ ആക്കി പോവാനാണ്. ഇവിടെ നിന്നോട് റേസിംഗ് ടൈം ഗൈസ്. ഗോ സ്ലോ എന്ന് പറഞ്ഞാൽ ശരി കൈയും കാലും വെച്ച് എങ്ങനെ ഉണ്ടാവും? മറ്റേ ലുട്ടാപ്പിയൊക്കെ അല്ലേ അതുപോലത്തെ സാധനം. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. നമ്മൾ ഈ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പാലാണ്. പാല എത്തുന്ന മുമ്പ് വേറെ ഏതെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാതെ വാഴയുണ്ട്. വാഴ ഇവിടെ ഉണ്ടല്ലോ കാറില്. വാഴ ഇവന്റെ പാരന്റ്സ് വെച്ച വാഴ. ഫാം ഹൗസ് ഒക്കെ ഉണ്ട്. റബ്ബർ തോട്ടം. നല്ല റബ്ബർ തോട്ടം. പാലയില് പിന്നെ റബ്ബർ തോട്ടം ഉണ്ടാവില്ലേ? പാലാന്ന് വെച്ചാ റബ്ബറും കല്ല് ഷാപ്പ്. അയ്യോ നമുക്ക് ഷാപ്പിൽ കയറിയാലോ? ഇന്ന് 1-ാം തീയതിയാണ് ഗൈസ്. ഷാപ്പാണത്. ആണോ? ഇന്ന് 1-ാം തീയതി ബീവറേജിന്റെ അടപ്പാണ്. ഷാപ്പ് എന്തായാലും ഓപ്പൺ ആയിരിക്കും തോന്നുന്നു. ഷാപ്പ് കയറിയാലോ? ഇപ്പൊ കയറാൻ പറ്റും. വണ്ടി ഓടിക്കണ്ടേ? നല്ല നല്ല വീടുകൾ. നല്ല പൈനാപ്പിൾ വേണോ? പൈനാപ്പിള് നമ്മൾ സ്വന്തം തോട്ടം ഇവിടെ നിരന്ന് കിടക്കുന്നത്. ഞാൻ കടയൊന്നുമല്ല വാങ്ങാൻ. കടയൊന്നുമല്ല, ഫ്രഷ് ആയിട്ട് ഇവിടെ കിട്ടുമ്പോ നമ്മൾ എന്തിനാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്? നീ അവിടെ കയറാൻ നിന്ന് ആരെല്ലാം അടിച്ചു ഓടിക്കുന്നില്ല. നീ എന്നെ ഇവിടെ ഇറക്ക്, ഞാൻ പറിച്ചു. എനിക്ക് എന്തോ പറിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്തായാലും നിന്നെ ഓടിക്കുവാ നീ. അല്ലടാ, നമ്മൾ ഇന്നാളൊരു ദിവസം റംബൂട്ടാൻ വാങ്ങിയില്ലേ? റംബൂട്ടാൻ പറിക്കുന്ന സ്ഥലം പോകുന്ന വഴിക്ക് വലിയ തോട്ടാട്ടോ അത്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1 ഏക്കർ 2 ഏക്കർ അങ്ങനെയൊക്കെ പറയില്ല, അതുപോലെ ഏക്കറുകൾ സ്ഥലമുള്ള റംബൂട്ടാൻ തോട്ടം. ഡയറക്റ്റ് നമ്മൾ അവിടെ കയറി അവരെടുത്ത് ചോദിച്ചു. അവര് ലോഡ് കയറ്റുമായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ വലിയ ലോറിയിൽ പറിച്ച് കയറ്റുമായിരുന്നു. അതെ, നമ്മൾ അവിടെ ചോദിച്ചു അവരുടെ അടുത്ത്. അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് വന്നു. ഫ്രഷ് സാധനം, ഫ്രഷ്. സുഖമുണ്ടായിരുന്നു അത് കഴിക്കാൻ. അത് ഭയങ്കര വലിപ്പൊക്കെ ഉള്ള റംബൂട്ടാൻ. ലാസ്റ്റ് ടൈം നമ്മൾ ഇവിടുന്ന് എവിടെയായിരുന്നു? അതിരപ്പള്ളി പോയപ്പോ ഭയങ്കര റംബൂട്ടാൻ കുഞ്ഞാട്ടോ, ചെറുതായിരുന്നു. പൈനാപ്പിൾ പറിക്കാനൊന്നും പറ്റൂല. അതേ എടാ, തോട്ടത്തിന്റെ ആളെടുത്ത് ചോദിച്ചാ പോരെ, കാശ് കൊടുത്താ പോരെ? അങ്ങനെ വേണം ചെയ്യാൻ. നമുക്ക് പറിക്കുന്ന ഫീൽ കിട്ടൂലേ? യെസ്, അങ്ങനെ വേണം ചെയ്യാൻ ഗൈസ്. അല്ലാതെ നമ്മളൊരു തോട്ടത്തിൽ കയറി ആരും അറിയാണ്ട് പോയി പറിക്കാൻ പാടില്ല. പറഞ്ഞത് എനിക്ക് പറിക്കണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. കാശ് കൊടുത്തോ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പറിക്കണം, കാശ് കൊടുക്കാം. റിച്ച് അല്ലേ? നീ കൊടുക്കണം. ഞാൻ റിച്ചടോ, റിച്ച്. ഫ്രണ്ടില് ലോറി, ഇപ്പൊ റിച്ച് സാധനങ്ങൾ അവിടെ പോയി മൂക്ക് കുത്തിക്കിന് ഇരുന്നേനെ. അവിടെ
ലാൻഡ് സ്ലൈഡ് ഒന്നുമില്ല, അവര് കുത്തി പൊളിച്ചിട്ട് അവിടെ വീട് വെക്കാൻ പോവാ. എങ്ങനെ കുത്തി പൊളിച്ചു വെച്ചേക്കുന്നു? അയ്യോ എന്റെ കൈകടന്നേ പോരാ. അജു റൈറ്റിലേക്കുള്ള നമ്മളിപ്പോ എന്താ ലെഫ്റ്റ് എടുത്ത് റൈറ്റിലേക്കുള്ള റോഡ് എങ്ങോട്ടാ? റൈറ്റിലേക്കുള്ള റോഡ് ഇത് മറ്റേ കോട്ടയം, നമ്മള് നേരെ പാലാ പോവാ. കോട്ടയം റോഡ്. അപ്പൊ അതിന്റെ മുന്നേ ലെഫ്റ്റിലേക്കുള്ളതോ? അതിന് മുമ്പ് ലെഫ്റ്റിലേക്കുള്ളത് അത് ചങ്ങനാശ്ശേരി. അതെ അടങ്ങിയിരുന്നോട്ടോ, നിനക്ക് വീട്ടിൽ കൊണ്ടുപോയാ പോരെ നിന്നെ. റോഡൊക്കെ ഞാൻ ഇതിനെ കൂടെ പോകുന്നുള്ളൂ, എനിക്ക് റോഡൊന്നും അറിയില്ല. കുറച്ച് നമ്മ പോകുന്ന റോഡ് അറിയാമേ. എന്താ വെച്ചാ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ചിട്ട് അത് കോട്ടയം പോകുന്ന റോഡായിരിക്കും കേട്ടോ. നിന്നെ റൂമിലെ വീട്ടിലേക്ക് ഞാൻ കറക്റ്റ് എത്തിക്കും. അത്ര അങ്കമാലി അപ്പൊ എല്ലാ റൈറ്റും കോട്ടയാ. എല്ലാ റൈറ്റും കോട്ടയം അല്ലാതെ ഈ റൈറ്റ് എടുത്താൽ പെട്രോൾ പമ്പിൽ കയറും എന്ന് പറഞ്ഞിട്ട് അത് കോട്ടയം പോകുന്ന റോഡില്ല. അടങ്ങി ഇരിക്കും അങ്ങോട്ട്. ഇതുപോലുള്ള ഇടുക്കിക്കാർ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർന്നോ എന്ന് എന്താ എനിക്കറിയാം. നീ വലിയ ചൂലി കണ്ടിട്ടില്ലേ? അല്ല, ചൂല് വലിയ കട്ടാക്കി വെച്ചേക്കുന്ന. ചൂല് കാണാത്തോണ്ടല്ല. ഞങ്ങളെ ഫ്രണ്ടിൽ ഒരു നയാറുണ്ട്. നയാറിനെ കുറിച്ച് ഇന്ന് നമുക്ക് പറയാനുള്ള ന്യൂസ് എന്താന്ന് വെച്ചാ, ഇന്ന് ജൂലൈ 1 നയാറ പെട്രോൾ പമ്പിൽ 5 രൂപ കുറഞ്ഞിട്ടുണ്ടെന്ന് രാവിലെ ന്യൂസ് കേട്ടായിരുന്നു. യെസ്, അത് എത്രയാ കുറഞ്ഞത്? ഐ മീൻ എത്രയായെന്ന് അതിന് എമൗണ്ട് നോക്കിയായിരുന്നു, റേറ്റ് പെട്രോളിന്റെ എമൗണ്ട് നോക്കണായിരുന്നു. എന്താ വെച്ചാൽ ഓൾറെഡി നയാറ പെട്രോൾ പമ്പിൽ 5 rupees എന്തോ എക്സ്ട്രാ ആയിരുന്നു. അപ്പൊ അത് ഇവര് പിന്നെയും കുറച്ചതാണോ എന്നൊരു ഡൗട്ട്. അപ്പൊ അതുകൊണ്ട് അവര് അപ്പൊ നോർമൽ എത്ര എല്ലാ പെട്രോൾ പമ്പിലും ഉള്ള റേറ്റ് തന്നെ ആവണം നയാറ പെട്രോൾ പമ്പിൽ. നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത നേരെ വരുവാണെങ്കിൽ നോക്കിട്ട് ഞാൻ പറയാം. ഇത് രാവിലെ ന്യൂസിൽ കണ്ടായിരുന്നു 5 രൂപ കുറഞ്ഞെന്ന്. ആ തോട്ടത്തിന്റെ അവിടെ നോക്കിയായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് അവര് നെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ രാത്രി ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഇല്ല. അവിടെ പറക്കി സ്വന്തമായിട്ട് നമുക്കത് വാങ്ങാൻ കാണുന്നില്ല. ഒരു വലിയ ഏരിയ ഇഷ്ടംപോലെ കാഴ്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം, നല്ല സൈസ് പട്ടികൾ അടി ഉണ്ടാക്കുന്നു. നിന്റെ ഫ്രണ്ട്സ് നമ്മളൊരു കുന്ന് ഡാർക്കായി കേട്ടോ. ഡാർക്കാവുന്ന ഒരു ചെറിയൊരു സ്ലോപ്പാണ്. ഇത് കയറി കഴിഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ മുണ്ടക്കൈ എത്തും. നമ്മള് പാലൊക്കെ കഴിഞ്ഞതായി ഷോർട്ട് കട്ട് കയറി കഴിച്ചു. ഇനി മുണ്ടക്കയാണ് അടുത്ത നമ്മുടെ സ്റ്റോപ്പ്. നിങ്ങൾക്ക് വ്യൂ എങ്ങനെയുണ്ട് അറിഞ്ഞൂടാ. ഇരുട്ടായി തുടങ്ങി. സമയം 6:57. 6:57 ഇത്രയും ഇരുട്ടായി. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് വെട്ടം ഉണ്ടാവും. കുറച്ച് മരങ്ങള്, റബ്ബറ് ഫുള്ള് കൃഷി സ്ഥലമാണെന്ന് തോന്നുന്നു. എന്റെ മോനെ ഇപ്പൊ തീർന്നേനെ ലോറി ഇറക്കത്തിന് എങ്ങനെയാ നമ്മളിപ്പൊ തീർന്നേനെ ഗൈസ്. എത്ര വലിയ ലോറി ബ്രേക്കില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇടിച്ച് തൂക്കിട്ട് പോകും നമ്മളെ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതെന്തത് ഇത്ര വലിയൊരു സാധനം വരുന്നത്. ഇതിനെ കൂടെ കയറി വരുമ്പോ നല്ല വ്യൂ കിട്ടും. റബ്ബർ തോട്ടം പിന്നെ ഏതാ നമ്മുടെ റംബൂട്ടാൻ പൈനാപ്പിൾ അങ്ങനത്തെ ഫുള്ള് കൃഷി സ്ഥലം. അപ്പൊ അതിലെ കൂടെ ഒരു റോഡാകുമ്പോ നല്ല വൈബ് ഉണ്ടാവും. അപ്പൊ രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര ഇല്ല, ഇരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഫൈനലി ഹിൽസ് കയറി തുടങ്ങി. യെസ്, നമ്മൾ മുണ്ടക്കകത്ത് നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് കേറാണ് ഗൈസ്. നമ്മൾ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മഴയൊന്നും ഇല്ല, പക്ഷെ അല്ലേ മഴയില്ല, പക്ഷെ 2-3 തുള്ളി ഇങ്ങനെ വീണായിരുന്നു. മഞ്ഞാണോ? മഞ്ഞല്ല, മഴ തന്നെ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, പക്ഷെ അത്ര ഇല്ല. എനിക്കത് മുകളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഫോഗ് ഉണ്ടാവില്ല. ഫോഗ് ഉണ്ടാവില്ല യൂഷ്വലി കുട്ടിക്കാനം കഴിഞ്ഞിട്ട് കേറുമ്പോ. കുട്ടിക്കാനത്താണ് മെയിൻ. കുട്ടിക്കാനം എത്തുമ്പോഴാണ് നമുക്ക് ഫോഗ് ഉണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. നമുക്കത് പോയി നോക്കാം ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മള് വീഡിയോയിലിട്ടത് നമ്മൾ പോയത് കുറച്ചുകൂടെ ലേറ്റ് നൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് കറക്റ്റ് റോഡിലൊന്നും ആരുമില്ല. വല്ലപ്പോഴും ഒരു വണ്ടി പാസ് ചെയ്ത് പോകും. അങ്ങനത്തെ ഒരു സമയമായിരുന്നു. നമുക്കൊരു ഫുള്ള് റോഡ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല, കുറച്ചുകൂടെ നമ്മൾ നേരത്തെ 7:30 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഫോഗ് ഉണ്ടാവും അറിഞ്ഞൂടാ. ലെറ്റ്സ് വെയിറ്റ്. ഇവിടെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ബാക്ക് ടു ബാക്ക് ലോറിയാണ്. അത് കണ്ടോ, തടിയൊക്കെ കൊണ്ടുപോകുന്ന ലോറി. ഇതുപോലെ വലിയ ലോറികളാണ് നമ്മളെ റോഡിൽ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട്. നിനക്ക് എങ്ങനെയുണ്ട് ഈ ലോറി? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ലോറി എന്തിനാ ഇഷ്ടപ്പെടുന്നത്? ഇഷ്ടമാണോ ലോറി ഉള്ളപ്പോ വണ്ടി ഓടിക്കാനായിട്ട്? അല്ല, ഇത് ഇഷ്ടമല്ല എനിക്ക്.
അങ്ങനെയല്ല, നമ്മള് ഹിൽസ് അല്ലേ ഓടിക്കുന്നതേ. അപ്പൊ ഈ കയറ്റത്തിൽ ലോറി പതിയല്ലേ പോവുള്ളൂ. അപ്പൊ നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടിയെല്ലാം ഇതിന്റെ പുറകെ ഇങ്ങനെ പിടിച്ചോണ്ട് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാലേ നമ്മൾ കയറി പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇവനൊക്കെ സ്പീഡ് പോവാ, അപ്പൊ ഒരു ലോറി ഫ്രണ്ടിലുള്ള നല്ലതാണ്, കാരണം ഇവന് മേലെ പോകാൻ പറ്റുള്ളൂ. ആ ലോറി 20-30 കയറി പോവുള്ളൂ. ആ ലോഡും കൊണ്ട് പോകുന്ന സാധനം നമ്മള് നമ്മുടെ സമയത്തിന് എത്തണമെങ്കിൽ ഒരു മിനിമം 50 പോണ്ടേ. അപ്പൊ ഇത് ഇവര് കയറ്റി നമ്മൾ കയറി പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാലല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് സീൻ. ആ ഒരു പ്രശ്നമുള്ളൂ ഈ ഇവിടെ ഇങ്ങനെ ഹിൽസ് കയറുമ്പോ രാത്രി ആ ലോറിയൊക്കെ പോകുന്നത്. അടുത്ത് നമുക്കൊരു സ്പോട്ട് ഉണ്ട്. ഏതാ? മലഞ്ചങ്ങാനം വാട്ടർഫാൾസ്. നമ്മളെ ചാർലിയിൽ അണ്ണൻ കംപ്ലീറ്റ് മിനറൽസ് കുടിച്ച സ്ഥലം. അതാണ് നമ്മള് ഈ വാട്ടർഫാൾസ് വരുന്നത്. ഇനി അടുത്ത ആ സ്പോട്ട് നമുക്ക് വെള്ളം ഉണ്ടോ നമുക്ക് അവിടെ നോക്കാം. എനിക്ക് എന്തായാലും മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വെള്ളം ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും മറന്നുപോയല്ലോ. നീ കണ്ടിട്ടില്ല, നീ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇവിടെ ഫ്രണ്ടിലാണ് നമ്മളെ വാട്ടർഫോൾസ്. ഓ, വെള്ളം നിങ്ങൾ കാണുന്നില്ലേ ഗായ്സ്? ഇതാ നിങ്ങൾ കാണുന്നതാണ് 3 ഗേൾസ്, അതിന്റെ പുറകിലുള്ളതാണ് വെള്ളം. അതെ, ഡാർക്ക് ആണേലും അവരെന്തോ വെള്ളം ആയി തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും കുറച്ച് വെള്ളം ഉണ്ടല്ലേ. വെള്ളമുണ്ട്, ഇപ്പൊ നമ്മള് കാണുന്നില്ലേ. അപ്പൊ കുറച്ച് അത്രേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഫോഴ്സിലായിരിക്കും. കൊള്ളാല്ലേ. പക്ഷെ ഇതെന്തോ ഒരു ഷാഡോ പോലെ ഉണ്ട് ഇതിനകത്തൂടെ. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. ആൾക്കാരൊന്ന് ചായ കുടിക്കാൻ. അല്ല, എനിക്ക് ചായ വേണ്ട. എന്നെ കണ്ണണ്ട മിററിന്റെ അടുത്തൂടെ ഇവിടെ ഇറങ്ങി കുളിച്ചാൽ നല്ലതായിരിക്കല്ലേ? ഇറങ്ങി കുളിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിന്റെ. നീ നേരത്തെ വൈറ്റ് ആയിരുന്നു, ഇപ്പൊ യെല്ലോ ആയിരുന്നു. ആണോ? വെള്ളത്തിന്റെ ഫീല് കിട്ടുന്നുണ്ടോ നമുക്ക് സ്പ്രേ ചെയ്യോ നോക്കാം. എവിടാ? കുറച്ച് ബാക്കിലേക്ക് പോയി. കാണുന്നുണ്ട് വെള്ളം കാണുന്നില്ല. സോ ഗയ്സ്, വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ആതിര കൃഷ്ണൻ ബാലകൃഷ്ണൻ. ഇതാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, ഫോഴ്സ് ഉണ്ട്. സ്പ്രേ ആണ് ഗയ്സ്, നല്ല സ്പ്രേ ഉണ്ട്. വിടുന്നുണ്ട്. ഞാൻ ഓർത്ത് മഴ പെയ്യുവാണ്, നല്ല അടിച്ചു വിടുന്നുണ്ട്. പക്ഷെ നമ്മളെ പ്രേതങ്ങളെ പോലെ തോന്നുന്നുണ്ടോ? ബാക്കിലൊരു വെള്ള സാധനം ഇങ്ങനെ നമ്മളെ ലൈറ്റില്. പക്ഷെ ഇതിനകത്ത് ഇവിടെ ഫുള്ള് സ്പ്രേ ചെയ്ത വാട്ടർ കേട്ടോ. പക്ഷെ നമ്മളെ കാണുമെന്ന് അറിയില്ല. നല്ല സ്പ്രേ ചെയ്യുന്നുണ്ട് ഗൈസ്. വെള്ളം ആയി വരുന്നതേ ഉള്ളൂ. ഇനി ഒരു നെക്സ്റ്റ് മന്ത് ഈ മന്ത് എൻഡ് ആവുമ്പോഴൊക്കെ നല്ല വെള്ളം ആവും തോന്നുന്നു കേട്ടോ. തണുക്കുന്നുണ്ടോ? പോയെ, ഇതൊക്കെ ഒരു തണുപ്പാണോ? ഫുള്ള് മഴ പെയ്യുന്ന പോലെ സ്പ്രേ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട്. നനഞ്ഞ എന്റെ തല ഞാൻ കേറുവാ. എന്താ നീ ഇത് ഫീൽ ചെയ്യണ്ടേ? നിനക്ക് ഇത് ഫീൽ ചെയ്യാനല്ലേ ഇങ്ങോട്ട് വന്നത്? കിട്ടി. നമ്മളെ വണ്ടി ഇവിടെയാണ് ഗൈസ് ഇട്ടത്. ഇവിടെ കുറെ ചായക്കടകളുണ്ട്. ഇത് ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനത്തെ വാട്ടർഫോൾസ് നീ നമ്മള് മുകളിലേക്ക് ഇനി ജസ്റ്റ് കയറി കഴിഞ്ഞാൽ കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലം പീരുമേട് പാമ്പന. പോക മുകളില് കുട്ടിക്കാനത്ത് നോക്കാം. ഉണ്ടോന്ന് അറിയില്ല, ഉള്ളതെന്നല്ല, അവിടെ പോയാലേ അറിയില്ല. മഴയാണെങ്കിൽ പോകുണ്ടാവില്ല. ആണോ? അതെ, മഴ ഇല്ലെന്നല്ലേ പറഞ്ഞേ വിളിച്ചപ്പോ. യെസ്, നോക്കാം. ഗൈസ് നമ്മള് കുട്ടിക്കാനം എത്തി. പണി കിട്ടി ഗൈസ്, നമുക്ക് ഫോഗ് കിട്ടിയില്ല. ഇവിടെ മിസ്റ്റ് ഇല്ല ഗൈസ്. ഇന്ന് എന്താന്ന് വെച്ചാൽ ചെറിയ മഴ പൊടിയുന്നോണ്ട് ഫോഗ് ഇല്ലെന്ന് തോന്നുന്നു. ഒരു നോർമൽ ഒരു ക്ലൈമറ്റിലാണ് നിൽക്കുന്നത്. എന്നാലും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു ഫോഗ് കിട്ടിയില്ല. നോർമലി നോർമലി ഉള്ള ഒരു വൈബില് ഇവിടെയൊക്കെ നല്ല മഞ്ഞ് മൂടി കിടക്കേണ്ട ഒരു കാലാവസ്ഥ ഉള്ള ഒരു സമയമാണിത്. പക്ഷെ ഈ മഴ കാരണം നമുക്ക് ഫോഗ് കിട്ടിയില്ല ഗൈസ്. അതാണ് കഴിഞ്ഞ തവണ നമ്മള് നല്ല ചൂടത്ത് വന്നപ്പോഴും ഫുള്ള് ഫോഗായിരുന്നു. ഇവിടെയൊക്കെ റോഡേ കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പെട്രോൾ പമ്പ് ഒക്കെ കൂട്ടിയല്ല. ഇതൊക്കെ പണ്ട് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്നാണ് ഗൈസ് നമ്മള് ബസ് കയറിക്കൊണ്ടിരുന്നത്. ദിസ് ഈസ് മൈ കോളേജ്. അപ്പൊ ഇവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറുന്നത്. ഇപ്പൊ ആ പെട്രോൾ പമ്പേ ഇല്ല. അപ്പൊ ഇവിടെ പെട്രോൾ പമ്പിന് താഴെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇനി പെട്രോൾ പമ്പ് ഇല്ല ഗൈസ്. ഇനി നേരെ പോവാണെങ്കിൽ നമ്മളെ ടൗണില് പാമ്പനാർ എന്ന് പറഞ്ഞ ടൗണില് അവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അല്ലാതെ കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് മുണ്ടക്കേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാമ്പനാർ സൈഡ് പോവാണെങ്കിൽ പിന്നെ വണ്ടിപ്പെരിയാറ്. ഇപ്പൊ ഇവിടത്തെ പൊളിഞ്ഞോണ്ട് ഇനി താഴെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ബസ്സൊക്കെ പറന്നാണ് പോകുന്നത്. അപ്പൊ നമ്മള് കുട്ടിക്കാനം മുകളിലെത്തി ഗൈസ്. ഇനി നേരെ നമ്മള് വണ്ടി നമ്മുടെ വീട്ടിലേക്ക് വിടാം, പാമ്പനാർ. ഇനി അടുത്ത സ്റ്റോപ്പ് അവിടെയാണ്. ഇനി സ്റ്റോപ്പില്ലേ? ഇനി എന്ത് സ്റ്റോപ്പ് ചെയ്യാൻ? ഇനി ഒരു സ്റ്റോപ്പും ഇല്ല, നേരെ പോവാ. അതെ, എന്താ തണുക്കുന്നുണ്ടോ ഗൈസ്? നമ്മള് സ്പോട്ടിലെത്തി, നമ്മളെ സ്ഥലത്തെത്തി.
ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് കേറാം. ഷൂട്ടിട്ട് വാ, അകത്ത് വാ, ഇവിടെ വാ എന്റെ മോളെ. നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു. ചിത്രാണ് ഇപ്പൊ. പിന്നെ ഇത് വിടൂല. പിന്നെ ഇവിടെ എല്ലാരും പണിയെടുക്കാനും ഗൈസ്, എല്ലാരും വർക്ക് ഫ്രം ഹോമിലാണ് ഗൈസ്. ഞങ്ങളുടെ അക്കൗണ്ട് ഇവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് നമ്മൾ ഒരു അൽഫാം വാങ്ങിക്കൊടുക്കും. യെസ് യെസ്. ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നമുക്ക് രണ്ടുപേർക്കും അൽഫാം വാങ്ങി തരുന്ന പറഞ്ഞു. നമുക്ക് ഫൺ ഇല്ല, നമ്മള് ഫണ്ണ് നടിച്ചാല് ഇവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എടുത്തു നോക്കാം. സബ്സ്ക്രൈബ്ഡ് എന്നാണ് ഗൈസ് കാണിക്കുന്നത്. പണി വിടാ നിനക്ക്. ഓക്കെ, ഇവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിക്കാം. ചേട്ടൻ ഇവിടെ റസമലായി എടുക്കുന്നു. നമ്മള് എറണാകുളത്ത് നിന്ന് റസമലായി വാങ്ങിട്ട് വന്നു ഗൈസ്. ഇപ്പൊ ഒരു റസമലായി കഴിക്കാൻ പോകുന്നു. ഫസ്റ്റ് ടൈം റസമലായി കഴിക്കാൻ പോവാ. നല്ല ഇരിക്കും. എങ്ങനെയുണ്ട്? നല്ലല്ലേ? വേറൊരു ടേസ്റ്റ് അല്ലേ? ഇതുവരെ നീ കഴിക്കാത്തൊരു സാധനല്ലേ? എന്താ പരിപാടി? രണ്ടും കൂടെ അപ്പം ഒഴിക്കുകയാണ് ഗൈസ്. രാത്രി നമുക്ക് അപ്പവും ചിക്കൻ കറിയാന്നാ പറഞ്ഞു. പക്ഷെ ചിക്കൻ കറി ഇതുവരെ ആയിട്ടില്ല, ആക്കാൻ പോകുന്നുള്ളൂ. മാങ്ങാ ചമ്മന്തി, തക്കാളി ചമ്മന്തി ഉണ്ട്. ഇത് ചിക്കൻ കറി ആവുന്നുള്ളൂ. ഇത് നമുക്ക് തുറന്നു നോക്കി അറിയാം ചിക്കൻ കറിയുടെ അവസ്ഥ എന്താ. ബാക്കിയെല്ലാം സെറ്റ് ആട്ടോ. നല്ല ചൂടപ്പോ ആക്കുന്നമ്മ. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗൈസ്. നല്ല അപ്പവും ചിക്കൻ കറി അല്ലേ? ഞാൻ 5 അപ്പം കഴിച്ചോട്ടോ. നോർമലി ഞാൻ 5 അപ്പം കഴിച്ചു. നല്ല അപ്പം ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് അപ്പം. അമ്മ നല്ലോണം ആക്കിയിട്ടുണ്ട് ഇന്ന്. എന്താ എടുക്കുന്നത്? എൻ്റെ ചമ്മന്തിയൊക്കെ എടുക്കുന്നല്ലോ ഗൈസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓണായില്ലേ? ഡിന്നർ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സോഫ്റ്റ് അപ്പവും നല്ല ഞങ്ങളാക്കുന്ന അല്ലാത്ത വേറെ ടൈപ്പ് ചിക്കൻ കറി, പിന്നെ നല്ല ചമ്മന്തി, 2 ടൈപ്പ് ചമ്മന്തി എല്ലാം കഴിച്ച് സെറ്റായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? യെസ്, അതാണ് ഗൈസ്. ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി 2 ദിവസം നമ്മൾ ഇവിടെ ഇടുക്കിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ വ്ളോഗ്സ് ഒക്കെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ കാലാവസ്ഥയും നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. See you guys on our next video. Till then, bye bye. Bye guys.